സ്നേഹത്തോടെ ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ മക്കളെ? എല്ലാവരും സ്കൂളിലൊക്കെ പോയി നല്ല കുട്ടികളായിട്ടൊക്കെ പഠിക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം. ഇവിടെയും ഞങ്ങളുടെ റസ്മോൻ പഠിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. കോളേജൊക്കെ തുറന്ന് നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് നല്ലൊരു മീൻകറിയാണ്. നല്ലൊരു മീൻകറി, അതും വറുത്തരച്ച മീൻകറിയാണ്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നേരെ അങ്ങനെ കിച്ചണിലോട്ടോട്ട് വന്നാലോ? കിച്ചണിൽ തന്നെ ഉണ്ട്. ഞാൻ എൻ്റെ പഴയ ചെറിയ കിച്ചണിൽ നിന്ന് വലിയ കിച്ചണിലോട്ട് മാറി. അപ്പോൾ അവിടെ ആകുമ്പോൾ സൗകര്യങ്ങൾ നല്ലപോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഇവിടെയും കുറേയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിട്ട് അങ്ങോട്ടും കൊണ്ടുപോയി വയ്ക്കുക, അവിടെ നിന്നിട്ട് ഇങ്ങോട്ടും ഉണ്ടെന്ന് വയ്ക്കുക, അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മൾക്ക് പരിപാടിയിലേക്ക് തുടങ്ങാം. വരും. അപ്പോൾ അത് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ കുറച്ച് തേങ്ങ ഇതുപോലെ ചെരുകിയിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ തേങ്ങ നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. തേങ്ങ കിടന്നാകുമ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും അതേപോലെ തന്നെ ഇതുപോലത്തെ 2 ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി. ചെറിയ അല്ലിയാണ്, വലിയ അല്ലിയാണെങ്കിൽ ഒരെണ്ണം മതി. എന്നിട്ട് ഇതിൽ കിടന്നിട്ടൊന്ന് നല്ല പോലെ ഒന്ന് മൂത്ത് വരണം. അപ്പോൾ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ പല ആളുകളും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇടാത്തത്, വീഡിയോ നിർത്തിയോ, ചാനൽ നിർത്തിയോ. അങ്ങനെ പല ആളുകളും ചോദിച്ചു തുടങ്ങിയപ്പോൾ താൽക്കാക്ക എന്നെ വലിയൊരു ചമ്മലായി തുടങ്ങി. ചാനൽ ഇതെന്തിനാ നിർത്തണേന്നൊക്കെ ചോദിച്ചത്. ചാനൽ നിർത്തിയതല്ല സത്യത്തിൽ. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കുറച്ച് നാളിങ്ങനെ ഗ്യാപ്പ് വന്നപ്പോൾ പിന്നെ ഭയങ്കര മടിയായി തുടങ്ങി. അതാണ് സത്യം. പിന്നെ എവിടെയൊക്കെ പോകുമ്പോഴും നമ്മളിങ്ങനെ ക്യാമറയും കൊണ്ട് പോവണ്ടേ, അത് താക്കാക്ക് മടിയാണ്. നമ്മളിപ്പോൾ അത്യാവശ്യം പുറത്തൊക്കെ പോകുന്നുണ്ട്. പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കലും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ വീട്ടിൽ പോകുമ്പോഴും. അപ്പോൾ വീട്ടിൽ പോയിട്ട് എടുക്കാൻ പറ്റുന്ന ഫാമിലികളുണ്ട് നമ്മൾക്ക്. കുറേ പേര് പറയും അയ്യോ യൂട്യൂബിൽ ഞങ്ങളെ കാണിക്കല്ലേ കേട്ടാന്ന് പറയും. ഇപ്പം എൻ്റെ മോള് തന്നെ യൂട്യൂബിൽ നിൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ട് ഇപ്പോൾ പെരുന്നാളിലാണെങ്കിലും എല്ലാവരും ഉണ്ടായിരുന്നു, മോളുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷേ എടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ലായിരുന്നു സത്യത്തിൽ. കുറേ പേർക്ക് ക്യാമറയുടെ മുമ്പിൽ നിൽക്കും, കുറേ പേർ അയ്യോ മാറി നിൽക്കണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു വേണ്ട, അതൊക്കെയാണ് പെരുന്നാളിൻ്റെ ഒരു വീഡിയോ എന്ന് സത്യത്തിൽ ഇടാതിരുന്നതിൻ്റെ കാര്യം. നല്ല അടിപൊളി പെരുന്നാൾ, പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരും ഉള്ളതുകൊണ്ടിട്ട് നല്ല രീതിയിൽ പെരുന്നാളൊക്കെ ആഘോഷിച്ച് സന്തോഷമായിട്ട് പെരുന്നാളൊക്കെ ആഘോഷിച്ച്. പിന്നെ ഇതൊക്കെയാണ് കാരണങ്ങൾ ഉണ്ടായത്. അപ്പം ഇതിൽ നിന്ന് ഇത്രയും ഒരു 5-6 കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ കുരുമുളക് തന്നെയാണ്, പൊടിച്ചതല്ല കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കുരുമുളക് പൊടി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പൊടിയല്ല ഇട്ടത്. ഇതുപോലെ തന്നെ ഒറ്റക്കുള്ള കുരുമുളക്. പിന്നെ ആൾക്കാർക്ക് കാലുവേദന, കാല് കംപ്ലൈൻ്റ് ആയതൊക്കെ കഴിഞ്ഞ വർഷം കംപ്ലൈൻ്റ് ആയില്ല. പക്ഷെ ഇടയ്ക്ക് നീരുണ്ട്. ഇങ്ങനെ കുറേ നേരം നിൽക്കുമ്പോൾ നീര് വരും. നീര് വരുമ്പോൾ പിന്നെ എനിക്ക് ടെൻഷനാകും, വല്ല കാലുവേദന ആയിട്ട് വല്ല പ്രശ്നമാകുമെന്ന്. പിന്നെ നമ്മൾക്കൊരു പ്രായഘട്ടം കഴിയുമ്പോൾ ഈ ഒടിവും ചതവും എന്നൊക്കെ പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത് പെട്ടെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞേ അത് പതുക്കേ മാറുള്ളൂ. പക്ഷെ ആൾക്ക് ഭയങ്കര ടെൻഷനാണ്. അയ്യോ ഇതെന്തായിരിക്കും, ഇനി വേറെ ഡോക്ടറെ കാണിക്കണം, അങ്ങനത്തെ ഉള്ള പേടിയൊക്കെയാണ്. എന്നാലും പടച്ചോൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എല്ലായിടത്തും പോകും, കാർ ഓടിക്കും. കാറൊക്കെ ഓടിക്കാനൊന്നും പ്രശ്നമല്ല, എന്നാലും ആൾക്ക് ടെൻഷനാണ്. അപ്പോൾ നമ്മളുടെ പ്രായം ഇപ്പം എനിക്കാണെങ്കിലും എനിക്ക് മുട്ടിന് വലിയ പ്രശ്നമാണ്. എനിക്ക് നമ്മളുടെ പ്രായത്തിനനുസരിച്ച് നീങ്ങണ്ടേ, അത് ആൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ നമ്മുടെ തേങ്ങ ഇതുപോലെ മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഒരു പിഞ്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരു പിഞ്ച് എന്ന് പറയുമ്പോൾ 1 ടീസ്പൂൺ, ടേബിൾ സ്പൂണല്ല കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്, ടീസ്പൂൺ കണക്കിലാണ് എടുത്തിട്ടുള്ളൂ വെളിച്ചെണ്ണ. അപ്പോൾ ഇത് നല്ല പോലെ ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മളിത് വറുത്തെടുക്കണം. ഇതിലോട്ട്
ലേശം ഒരു 1/4 ടീസ്പൂൺ മതി. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ മഞ്ഞളിൻ്റെ കുത്തൽ ശരിക്കും നമ്മൾ വറക്കുമ്പോൾ പോയില്ലാന്നുണ്ടെങ്കിലേ ആ കറിക്കൊരു വേറൊരു ടേസ്റ്റ് വരും. ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് വേണം ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാനായിട്ട്. ഇത് നല്ല പോലെ കളർ മാറി വന്നിട്ടുണ്ട്. ക്യാമറയിൽ എങ്ങനെ ഉണ്ട് താഴ്ക്കാം? കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കേട്ടാ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി. അതുപോലെ തന്നെ എരിവുള്ള മുളക് പൊടി തന്നെയുണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ അല്ല ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒത്തിരി മീനില്ല, അതുകൊണ്ടിട്ട് അതിനുള്ള കണക്കിനുള്ള മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് എല്ലാം. അതിനുള്ള പാകത്തിനുള്ള മസാലയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പം ഇത് നല്ലപോലെ മൂത്തിട്ടുണ്ട് കണ്ടോ. മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇതിൻ്റെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യാം. അപ്പം ഇത് നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ചൂടാറി കഴിഞ്ഞിട്ട് വേണം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ നമ്മളുടെ തേങ്ങ വറുത്തതൊക്കെ നല്ല പോലെ ചൂടാറിയിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിലോട്ട് നമ്മൾക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ ലേശം വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ തേങ്ങ നല്ല പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്, ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഈ അരപ്പാട് ഇട്ട് കൊടുക്കാം. ലേശം വെള്ളം കുലുക്കിയെടുത്തിട്ട് വരട്ടെ. അപ്പം ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ തന്നെ എടുത്തതാണ്. അപ്പം വെള്ളം കറക്റ്റാണ്. ഇതിലോട്ട് ഞാൻ പുളി കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ്, കുടപ്പുളി. ഇത് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുക്കാം. നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി വലിപ്പമുള്ള മുളകല്ല കേട്ടോ, അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ. അതിന് ഞാനൊരു 3-4 ഇടുന്നുണ്ട്. ചെറുതായതുകൊണ്ടിട്ടാണ് 4 ഇടുന്നത്. ഇനി നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാകത്തിന് നിങ്ങൾ ഇട്ടോളെ. അപ്പോൾ അരപ്പൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് തിള വരട്ടെ. അപ്പോൾ തിള വരുന്ന വരെ ഞാനിത് അടച്ച് വെക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത് അരപ്പ് നല്ല പോലെ തിളക്കുന്നുണ്ട്, ശരിക്കും തിളച്ച് വരുന്നുണ്ട്. നിങ്ങൾ ക്യാമറയിൽ കാണുമ്പോൾ വേറെ കളറായിട്ടാണ് തോന്നണതെന്ന് താഴൊക്കെ പറയുന്നുണ്ട്. നല്ല എന്താ പറയുക, ബ്രൗൺ കളറാണ് കേട്ടോ കറിക്ക്. അപ്പം ഇതൊന്ന് അടച്ച് വെക്കട്ടെ ഒന്നും കൂടി. ആ സമയത്ത് ഞാൻ മീൻ എടുക്കട്ടെ. അപ്പം ഇന്നത്തെ താരം എന്താണെന്ന് അറിയണ്ടേ? അയിലയാണ്. ഞാൻ 2 അയില, നല്ല ഫ്രഷ് അയിലായിരുന്നേ. അത് ഇതുപോലെ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തതാണ്, കണ്ടില്ലേ? അപ്പം അത് നമ്മൾക്ക് ഈ തിളച്ച അരപ്പിലോട്ടാണ് ഇട്ട് കൊടുക്കാം. നല്ല മണം വരുന്നു. അപ്പം ഇത് ഓരോ പീസായിട്ട് ഇങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് എല്ലാ വശവും ഒന്ന് മുങ്ങിക്കിടക്കട്ടെ. അരപ്പ് പിടിക്കണമല്ലോ മീനിലോട്ട്. ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. ഞാൻ തീ ഒന്ന് കൂട്ടി നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾക്കൊന്ന് തുറന്നു നോക്കാം. ബാങ്ക് കൊടുക്കുന്നുണ്ടേ. കറി ഒന്നും കൂടി ആവാനുണ്ട്. ഞാനൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ.
ഉപ്പും പുളിയൊക്കെ നല്ലപോലെ ഉണ്ട്. ഇനി അപ്പോൾ ഒന്ന് സിമ്മിൽ കിടക്കട്ടെ, ബാങ്ക് കൊടുക്കണ്. അപ്പോൾ ഞാൻ സിമ്മിലൊന്ന് ഇടട്ടെ. അപ്പം അതേ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ റസൂട്ടൻ വന്നിട്ടുണ്ട്. ഓടിച്ചിട്ട് ഞാൻ പിടിച്ചതാണ്. അവൻ ഭയങ്കര ബിസിയാണ്. അവനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവൻ പഠിക്കുന്നുണ്ട്. എന്താ പറയുക, BCA സൈബർ സെക്യൂരിറ്റിയാണ് പഠിക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ അവൻ വെബ്സൈറ്റും പിന്നെ ഇതൊന്നും ഉണ്ടാക്കുന്നത് ഇത്തിരി ജോലികളൊക്കെ ജീവിക്കാൻ വേണ്ടി അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ റസൂ ഈ പ്രായത്തിൽ. അപ്പം എന്താണെങ്കിലും ഞാനൊന്ന് ഇവനെ കുറേ നാളായാലും ഇവനെ കാണിച്ചിട്ട്, അതുകൊണ്ടിട്ടാണ് അവന് എന്ത് ഉണ്ടാക്കണമെന്ന് അവൻ പറഞ്ഞിട്ടില്ലതേ. നല്ല അയിലക്കറിയാണ്, വറുത്തരച്ച അയിലക്കറിയാണ്. കണ്ടില്ലേ എങ്ങനെയുണ്ട്? അയിലക്കറി എന്നൊന്നും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. കാരണം എല്ലാ ചിക്കനാ മട്ടനാ ബീഫൊക്കെ ആണെങ്കിലാണ് ആൾക്ക് പൊളിക്കുള്ളൂ. അപ്പം ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. ഇതിവിടെ ആകുമ്പോഴേക്കും നമുക്ക് വറവിടാനുള്ള സംഗതി ഉണ്ടാക്കുക. ആള് എൻ്റെ ബേക്കിൽ കൂടി നുളഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുട്ടി ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഗ്യാസൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അവിടെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ, എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ ഞാനിവിടെ 2-3 മണി 1/4 ടീസ്പൂണോളം ഉലുവിട്ടിട്ടുണ്ട് കേട്ടോ. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനിവിടെ ഒരു 5-6 ചുമന്നുള്ളി, ഒത്തിരി വലിയ ചുമന്നുള്ളി അല്ല, ചെറിയ ചുമന്നുള്ളി കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചതാണ്. അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഞാൻ കറിയുടെ ഗ്യാസ് ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഫുള്ളും സിമ്മിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ ഇത് തീ വന്നത് കണ്ട പെട്ടെന്ന്. ഈ കുട്ടി ചീനച്ചട്ടി ആകുമ്പോഴേ, അതും ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോൾ പെട്ടെന്ന് ചൂടാവും. അപ്പം ഇത് നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഉള്ളി നല്ലപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ കറിയുടെ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ഏതിൻ്റെ? നമ്മളുടെ മീൻ കറിയുടെ തിളച്ചൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അതെ, ഞാൻ ഈ കറി ഇതിലോട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വറവ് ഇതിലോട്ടാണ് ഇട്ട് കൊടുത്തു. കൈയോടെ അടച്ചിട്ട് ഞാൻ ഈ ചട്ടി ഇതിൽ നിന്ന് മാറ്റാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തിളച്ചൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മളുടെ കറിയൊക്കെ ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇതേ തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളി വറുത്തരച്ച അയിലക്കറി. ഇതേ ഒന്നും പറയാനില്ല. നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള അയിലക്കറി. അപ്പോൾ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ഞാൻ നല്ല പോലെ നോക്കി ആസ്വദിച്ചിട്ടിരിക്കുകയാണ്, കഴിച്ചിട്ട് ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക. കൂടുതലൊന്നും പറയുന്നില്ല. ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരും നന്ദി പറഞ്ഞ് നിങ്ങളുടെ സ്വന്തം മാവിന് താത്ത. ഓക്കെ ബൈ, താങ്ക് യു.